നിസ്കരിക്കണം കേട്ടോ. ഏറ്റവും പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത്, ഏറ്റവും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത്, എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന സമയത്ത് നിസ്കാരം മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മളെ കൂടെ നടക്കുന്ന ഒരാളോട് നമ്മളെ വിഷമങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. ചിലപ്പം പറയുന്ന സമയത്ത് അവരൊന്ന് കേട്ടിരിക്കും, പക്ഷെ അതിനൊരു സൊല്യൂഷൻ തരാൻ അവർക്ക് കഴിയൂല. എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ കഷ്ടപ്പാടുകൾക്കും, എല്ലാ വേദനകൾക്കും സൊല്യൂഷൻ തരാൻ കഴിയുന്നത് പടച്ച തമ്പുരാന് മാത്രമാണ്. നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്ന സമയത്തും വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ വരുമ്പോൾ പടച്ചോന് എന്തുകൊണ്ട് നമ്മളെ ദുആ കേൾക്കുന്നില്ല എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും. ആ തോന്നൽ വേണ്ട. കാരണം ഇത്രയും കാലം നമ്മള് പടച്ചോനെ പേടിയില്ലാതെ എല്ലാ കുരുത്തക്കേടും കളിച്ച് ദുനിയാവിൽ നടന്ന് ചെറിയൊരു പരീക്ഷണം ഉണ്ടാവും. ആ പരീക്ഷണം എന്തിനറിയോ? പടച്ചോനെ ഏറ്റവും ഇഷ്ടമുണ്ടായത് കൊണ്ടാണ്. പക്ഷെ റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടാൻ കുറച്ച് കാത്തിരിക്കണം. പടച്ചോനല്ലാണ്ട് നമ്മളെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ ഇന്ന് ഒരാൾക്കും കഴിയൂല. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിസ്കരിച്ച് പടച്ചോനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ കേൾക്കും, റിസൾട്ട് കിട്ടും ഇൻഷാ അല്ലാഹ്.